ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൻ്റെ 7th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൻ്റെ 3rd പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ടീച്ചർ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സൊക്കെ നിങ്ങൾ നന്നായി നോക്കിയിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് പഠിച്ചത് എന്നൊന്ന് റിവൈൻഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് നമ്മൾ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസസിനെ പറ്റി സംസാരിച്ചിരുന്നു, കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള കുറച്ച് ടൂറിസ്റ്റ് പ്ലേസസിനെ പറ്റി. അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് ഗാർഡനെ പറ്റി സംസാരിച്ചിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ ഒരു കഥയും കുറച്ച് നമ്മൾ നോക്കിയിരുന്നു. അപ്പം ഇതൊക്കെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് റീവൈൻഡ് ചെയ്യാനാണ് ആദ്യം തന്നെ ടീച്ചർ പറയുന്നത്. I hope all of you read the story. Am I right? All of you read the whole story? Okay, good. Then let me ask a question. What are the major events of the story? Can you write them in your notebook? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞിരുന്നു എല്ലാവരും സ്റ്റോറിയൊക്കെ മൊത്തം ഒന്ന് വായിക്കാൻ. അപ്പോൾ എല്ലാവരും വായിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിന് ശേഷം ടീച്ചർ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു അതിനകത്തെ മേജർ ഇവൻറ്റ്സ്, ആ ഒരു സ്റ്റോറിയിലുള്ള മേജർ ഇവൻറ്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നടന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് എഴുതാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. I shall give you 1 minute. Write them in your notebook. അപ്പോൾ ഇനിയുള്ള ഒരു മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ടീച്ചർ തന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ സ്റ്റോറിയിലെ മേജർ ഇവൻറ്റ്സ് എന്ന് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. Okay, have you written the events? Right. What is the first event? Is this the first event? അപ്പോൾ നിങ്ങൾ ഇവൻറ്റ്സ് ഒക്കെ നോട്ടിൽ എഴുതിയോ? അപ്പം ഒന്നാമത്തെ ഇവൻറ്റ് ഇത് തന്നെയാണോ നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ എഴുതിയതും ടീച്ചർ പറയുന്നതും ഒരേപോലെയാണോ എന്ന് ശ്രദ്ധിക്കുക. Yes, it's about a boy, isn't it? The boy wanted to see the river, so he started to the river. Right? And now the second event. He saw someone on the way. Who did he see? Yeah, a woodcutter. The boy saw a woodcutter on the way. And then, did he see anybody else? Who did he see? Yeah, he saw a girl. And he asked the girl about the way to the river. Then he saw somebody else. Who did he see? Yes, he saw a village boy. So, this is the fourth event. Now tell me, which is the last event? Yes, he reached the river. Good. So, these are the main events of the... അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 5 ഇവൻറ്റ്. ഒന്നാമത്തെ ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബോയ് വാണ്ടഡ് ടു സീ ദ റിവർ, സോ ഹി സ്റ്റാർട്ടഡ് ടു ദ റിവർ. അതായത് ബോയ്ക്ക് നദി കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, അതുകൊണ്ട് അവൻ അവിടേക്ക് യാത്ര ചെയ്തു. രണ്ടാമത്തത് ദ ബോയ് സോ എ വുഡ് കട്ടർ ഓൺ ദ വേ, അതായത് ഒരു മരം വെട്ടുകാരനെ അവൻ പോകുന്ന വഴിയിൽ കണ്ടു. മൂന്നാമത്തെ ഇവൻറ്റ് ഹി സോ എ ഗേൾ, ഹി ആസ്ക്ഡ് ദ ഗേൾ ടു ദ വേ ടു ദ റിവർ, അബൌട്ട് ദ വേ ടു ദ റിവർ, അതായത് നദിയിലേക്കുള്ള വഴിയെ പറ്റി അവൻ വഴിയിൽ വെച്ച് കണ്ട ഒരു പെൺകുട്ടിയോട് ചോദിച്ചു. അതായിരുന്നു മൂന്നാമത്തെ ഇവൻറ്റ്. നാലാമത്തെ ഇവൻറ്റ് ഹി സോ എ വില്ലേജ് ബോയ്, അതായത് ഗ്രാമത്തിലുള്ള മറ്റൊരു ബാലനെ അവൻ കണ്ടുമുട്ടി. അതായിരുന്നു നാലാമത്തെ ഇവൻറ്റ്. ഇനി അഞ്ചാമത്തെ ഇവൻറ്റ് ഹി റീച്ച് ദ റിവർ,
അവൻ നദിയിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു 5 ഇവൻറ്റുകൾ ഉണ്ടായിരുന്നത്. So, these are the main events of the story. Well, did you understand the story? Do you have any doubts? Some of you may have doubts, haven't you? Don't worry. I'll tell you all the details regarding the story. All right. Let's take the story part by part. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റോറി വായിക്കാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം എല്ലാവർക്കും മനസ്സിലായോ? അഥവാ മനസ്സിലായില്ലെങ്കിൽ ടീച്ചർ ഒന്നുകൂടി നമുക്കതൊന്ന് പറഞ്ഞു തരാമെന്നാണ് പറയുന്നത്. അതായത് പാർട്ട് ബൈ പാർട്ടായിട്ട് നമുക്കതൊന്നുകൂടി വായിച്ചു നോക്കാം. Now, let's discuss the first part of the story. Okay? Here is the story. Shall I read it? What will you do? You may look at the screen and read along with me, right? How far? അപ്പോൾ ടീച്ചർ നമ്മളുടെ പാർട്ട് ബൈ പാർട്ടായിട്ട് ലെസൺ വായിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ കൂടെ കുട്ടികളും ഇത് വായിക്കുക. അതാണ് നമ്മൾ ഇപ്പം ചെയ്യേണ്ടത്. Is the river. Between the boy and the river stood a mountain. The boy was young and the river was small, but the mountain was big. The thickly forested mountain hid the river, but the boy knew it was there. He had never seen the river with his own eyes. അപ്പം നമ്മുടെ കഥയുടെ പേരാണ് ഹൗ ഫാർ ഇസ് ദ റിവർ. റസ്കിൻ ബോണ്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പം എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഥയിലെ കുട്ടി, അപ്പം അവൻ്റെ വീട്, അതായത് അവൻ്റെ വീടിനടുത്തുള്ള ഒരു നദി. ഓക്കെ, ആ നദിയെ പറ്റി, ആ നദിയിലേക്ക് അവന് പോകണം, വളരെ ആഗ്രഹമാണ് അവനെ നദി കാണാനായിട്ടുള്ള. അപ്പോൾ അതിനെ പറ്റിയാണ് ഈ കഥ. ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ സ്റ്റൂഡ് എ മൗണ്ടൻ. അതായത് നമ്മുടെ കഥയിലെ ബാലനും അതുപോലെ അവൻ കാണാൻ ആഗ്രഹിക്കുന്ന നദിക്കും ഇടയിൽ ഒരു പർവ്വതം നിലനിന്നിരുന്നു. അതായത് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ പർവ്വതം. ദ ബോയ് വാസ് യങ് ആൻഡ് ദ റിവർ വാസ് സ്മോൾ ബട്ട് ദ മൗണ്ടൻ വാസ് സോ ബിഗ്. അപ്പോൾ നമ്മുടെ ബോയ്, അതായത് നമ്മളുടെ ബാലൻ ഒരു ചെറിയ കുട്ടിയായിരുന്നു, അതുപോലെ നദി അത്ര വലുതല്ല, വളരെ ചെറുതായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് അവന് പോയിക്കൂടാന്നല്ലേ? അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 2 പേർക്കും നടുവിലായിട്ട് ഒരു വലിയ പർവ്വതം നിലനിന്നിരുന്നു. ഓക്കെ, അപ്പോൾ അവനതിന് അങ്ങോട്ട് പോകാൻ, അതായിരുന്നു അവൻ്റെ ബുദ്ധിമുട്ട്. ദ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടൻ ഹിറ്റ് ദ റിവർ. അപ്പം തിക്ലി ഫോറസ്റ്റഡ്, അതായത് നിറയെ മരങ്ങളുള്ള കാട് കയറിയ ഒരു പർവ്വത നിരയായിരുന്നു അത്. അപ്പം അതുകൊണ്ട് തന്നെ അത് ആ നദിയെ മുഴുവനായിട്ട് മറച്ചു കളഞ്ഞിരുന്നു. ഹിറ്റ് ദ റിവർ, അതിനെ എന്ത് ചെയ്തു? ഹൈഡ് ചെയ്തിരുന്നു, നമ്മുടെ റിവറിനെ ഹൈഡ് ചെയ്തു. ബട്ട് ദ ബോയ് ന്യൂ ഇറ്റ് വാസ് ദെയർ. പക്ഷേ നമ്മുടെ ബാലന് അറിയായിരുന്നു അങ്ങനെ ഒരു നദി അവിടെ ഉണ്ട് എന്നുള്ള കാര്യം അവൻ അറിയാൻ ഒരിക്കൽ പോലും. ഓക്കെ, ഹി ഹാഡ് നെവർ സീൻ ദ റിവർ വിത്ത് ഹിസ് ഓൺ ഐസ്. അതായത് അവൻ്റെ കണ്ണുകൾ കൊണ്ട് ഒരിക്കലും അവൻ ആ നദിയെ കണ്ടിട്ടില്ല. പക്ഷെ അവൻ അറിയാം അവിടെ അങ്ങനെ ഒരു നദിയുണ്ട്. എങ്ങനെ? ഫ്രം ദ വില്ലേജസ്. ഓക്കെ, ഗ്രാമവാസികളിൽ നിന്ന് അവൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ നദിയിലെ മത്സ്യങ്ങളെ പറ്റിയും അതിനകത്തെ പാറക്കല്ലുകളെ പറ്റിയൊക്കെ അവൻ ഗ്രാമവാസികളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും അവൻ ആ നദിയെപ്പറ്റി അറിഞ്ഞിരുന്നു. But from the villagers he had heard of it, of the fish in its waters and of its rocks. He wished to touch the water and know it personally. He stood in front of his house on the hill opposite the mountain and gazed across the valley, dreaming of the river. അപ്പം അവൻ ഒരിക്കൽ പോലും ആ നദിയെ കണ്ടിട്ടില്ലെങ്കിൽ പോലും അവൻ ആ നദിയിലെ ജലത്തിൽ സ്പർശിക്കാനും അതിനെ അടുത്തൊന്ന് പരിചയപ്പെടാനും ഒരുപാട് ആഗ്രഹിച്ചു. അതായത് ആ വെള്ളത്തിലൊന്ന് ഇറങ്ങാനും അതിനകത്ത് മീനുകൾ കാണാനും അതിനകത്ത് പാറക്കല്ലുകൾ കാണാനും അതിനെ ഒന്ന് തൊടാനും ആ വെള്ളത്തിലൊന്ന് തൊടാനും ഒക്കെ അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. He stood in front of his house
ഓൺ ദ ഹിൽ ഓപ്പോസിറ്റ് ദ മൗണ്ടൻ. അപ്പോൾ ഈ പർവ്വത നിരകൾക്ക് ഓപ്പോസിറ്റായിട്ടൊരു ഹിൽ, ഒരു മലയോരം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അവൻ എന്ത് ചെയ്തു, അവൻ്റെ വീടിന് മുമ്പിൽ നിന്നിട്ട് ആ വാലിയിലേക്ക് നോക്കും. ഡ്രീമിങ് ഓഫ് ദ റിവർ, അതായത് ഈ നദിയെപ്പറ്റി സ്വപ്നം കണ്ടുകൊണ്ട് ഇത് കാണാൻ പറ്റുന്നതിനെ പറ്റിയും ഇത് എങ്ങനെയാണ് ഒഴുകുന്നതിനെ പറ്റിയും എന്നൊക്കെ അവൻ സ്വപ്നം കാണുമായിരുന്നു. He was about 12 years old, a sturdy boy with untidy black hair and shining black eyes. അപ്പം ഹി വാസ് അബൌട്ട് 12 ഇയേഴ്സ് ഓൾഡ്, അതായത് അവൻ ഒരു 12 വയസ്സുള്ള സ്റ്റഡി ബോയ് എന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യമൊക്കെയുള്ള, വിത്ത് അൺടൈഡി ബ്ലാക്ക് ഹെയർ എന്ന് പറഞ്ഞാൽ കറുത്ത മുടി. അതായത് അൺടൈഡി എന്ന് പറയുമ്പോൾ വൃത്തിയില്ലാത്ത, അതായത് ചീകാത്ത, കോമ്പൊന്നും ചെയ്തിട്ടില്ലാത്ത, വൃത്തിയില്ലാത്ത ഒരു കറുത്ത മുടി. അതായത് ടൈഡി എന്ന് പറഞ്ഞാൽ എന്താണ്, വൃത്തിയുള്ള. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് അൺടൈഡി. അപ്പം അങ്ങനെ അത്ര വൃത്തിയൊന്നും ഇല്ലാത്ത, കോമ്പൊന്നും ചെയ്തിട്ടില്ലാത്ത മുടിയുള്ള, ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്. ഓക്കെ, ഷൈനിങ് ബ്ലാക്ക് ഐസ് എന്ന് പറഞ്ഞാൽ എന്താ, തിളങ്ങുന്ന കറുത്ത കണ്ണുകളുള്ള കുട്ടിയായിരുന്നു. അപ്പം അതൊക്കെ അവൻ്റെ ഫീച്ചേഴ്സാണ് ഇവർ പറയുന്നത്. He had fine features and a clear brown skin, but his hands and feet were rough and scratched. He was barefooted, not because he could not afford shoes, but because he liked the feel of warm stones and cool grass. ഓക്കെ, അപ്പം ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ് ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ, ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വെർ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. അപ്പം അവൻ നല്ല ഫൈൻ ഫീച്ചേഴ്സൊക്കെ ഉള്ള, നല്ല ക്ലിയർ ബ്രൗൺ സ്കിന്നൊക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷേങ്കിൽ അവൻ്റെ കൈകളും കാലുകളും ഒക്കെ റഫ് എന്ന് പറഞ്ഞാൽ പരുക്കനായിരുന്നു. അതായത് ഒട്ടും സോഫ്റ്റ് ഒന്നും അല്ലായിരുന്നു, കുറച്ച് പരുക്കനായിരുന്നു, അതുപോലെ സ്ക്രാച്ച്ഡ് ആയിരുന്നു. ഓക്കെ, അപ്പം പരുക്കനായിട്ടുള്ള കൈകളും കാലുകളുമായിരുന്നു അവനുള്ളത്. അവൻ്റെ ഫീച്ചേഴ്സ്, അതായത് നല്ല ഫീച്ചേഴ്സൊക്കെ നല്ലതായിരുന്നു, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേങ്കിൽ അവൻ്റെ കൈയും കാലൊക്കെ കുറച്ച് എന്താ പറയുക, നല്ല പരുക്കനായിരുന്നു. ഹി വാസ് ബെയർ ഫൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നഗ്നപാതൻ. അപ്പോൾ അവൻ നഗ്നപാതനായിരുന്നു. ഓക്കെ, നോട്ട് ബിക്കോസ് ഹി കുഡിൻറ്റ് അഫോർഡ് ഷൂസ്, അതായത് അവന് ഷൂസ് അഫോർഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ല, അതായത് അവൻ്റെ വീട്ടിൽ ഷൂസ് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല അവൻ ബെയർ ഫൂട്ടഡ് ആയത്, നഗ്നപാതനായി നടന്നത്. ബട്ട് ബിക്കോസ് ഹി ലൈക്ക് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്, അതായത് കൂൾ ഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പുല്ലുകൾ, സ്റ്റോൺസ് കല്ലുകൾ. അപ്പോൾ അവൻ എന്താണ്, അവന് പ്രകൃതിയിലൂടെ ചെരുപ്പൊന്നും ഇല്ലാതെ അവൻ്റെ കാലിൽ ഈ കല്ലുകളും ഈ പുല്ലൊക്കെ ഇങ്ങനെ കാലിൽ തഴുകി പോകുന്നതായിരുന്നു അവനിഷ്ടം. അതായത് അവൻ ചെരുപ്പൊന്നും ഇടാൻ ആഗ്രഹിച്ചിരുന്നില്ല. It was 11 o'clock and he knew his parents wouldn't return home till evening. There was a loaf of bread he could take with him, and on the way he might find some fruits. So it was 11 o'clock and he knew his parents wouldn't return home till evening. അപ്പോൾ സമയം ഒരു 11 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ അവനറിയായിരുന്നു വൈകുന്നേരം, അതായത് ഈവനിങ് ആവാതെ അവൻ്റെ വീട്ടിലെ പേരൻസ്, അച്ഛനും അമ്മയും തിരിച്ചു വരില്ല. അപ്പോൾ അവരെവിടെയോ പോയേക്കാണ്. അപ്പോൾ അവർ ഇപ്പോഴും തിരിച്ചു വരില്ല എന്നുള്ള കാര്യം അവനറിയായിരുന്നു. There was a loaf of bread he could take with him, and on the way he might find some fruits. അപ്പം അവൻ നദിയിലേക്ക് പോകാനാണ്. ഓക്കെ, വീട്ടിലാരും ഇല്ല, ഇപ്പോഴും വരില്ല. അപ്പോൾ എന്താണ്, നദിയിലേക്ക് പോകാനാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അവൻ കയ്യിലൊരു ലോഫ് ഓഫ് ബ്രെഡ്, അതൊരു അപ്പക്കഷ്ണം, ഒരു അപ്പം അല്ലെങ്കിൽ ഒരു ബ്രെഡ്, അതവൻ കയ്യിലെടുത്തു. അതുപോലെ തന്നെ അവൻ വിചാരിച്ചു, ഓക്കെ, ഹി മൈറ്റ് ഫൈൻഡ്, പോകുന്ന വഴി കാടൊക്കെയാണ്, അപ്പോൾ എന്തായാലും ചിലപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ, അതായത് പഴങ്ങളൊക്കെ, കാട്ടുപഴങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. Here was the opportunity he had waited for. His mother and father had gone to visit relatives for the entire day and had left him on his own. If he came home before dark, സോ ഹിയർ വാസ് ദ ഓപ്പർച്യൂണിറ്റി ഹി ഹാഡ് വെയിറ്റഡ് ഫോർ, അതായത് അവൻ ആഗ്രഹിച്ച ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഹിസ് മദർ ആൻഡ് ഫാദർ ഹാഡ് ഗോൺ ടു വിസിറ്റ് റിലേറ്റീവ്സ് ഫോർ ദ എൻറ്റയർ ഡേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവൻ അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ ബന്ധുക്കളെ കാണാൻ വേണ്ടി പോയേക്കാണ്. ഓക്കെ, അപ്പം അവൻ തന്നെ വീട്ടിൽ അവൻ തന്നെ ഉള്ളൂ. അപ്പോൾ അവൻ തന്നെ അറിയാം, അപ്പം അവൻ്റെ അച്ഛനും അമ്മയും ഇന്നത്തെ ദിവസം തിരിച്ചു വരില്ല. അപ്പോൾ ഇന്നത്തെ ഇങ്ങനൊരു ദിവസം, അതായത് തന്നെയുള്ളൊരു ദിവസം, അവൻ ആ നദി കാണാൻ വേണ്ടി ഒരു ദിവസം ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഇത്രയും നാൾ. Oh, they returned, they wouldn't know where he had been. So if he came home before dark, before they returned,
they wouldn't know where he had been. അപ്പം നദി കാണാൻ പോയതിനു ശേഷം അവൻ, അതായത് സന്ധ്യ, ഡാർക്ക്, ഇരുട്ടാകുന്നതിന് മുമ്പേ, അച്ഛനും അമ്മയും വരുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഇരുട്ടാകുന്നതിന് മുമ്പേ അവൻ തിരിച്ചെത്തുകയാണെങ്കിൽ അച്ഛനും അമ്മയും അറിയിക്കില്ലല്ലോ അവനിങ്ങനെ പോയ കാര്യം. ഓക്കെ, അപ്പം അതാണ് അവൻ്റെ പ്ലാൻ. അതായത് അച്ഛനും അമ്മയും പോയിട്ട് വരുന്നതിന് മുമ്പേ നദി കണ്ടിട്ട് തിരിച്ചു വരിക. He went into the house and wrapped the loaf in a newspaper. Then he closed all the doors and windows. He went in the house and wrapped the loaf in a newspaper. അപ്പോൾ അവൻ്റെ വീട്ടിനകത്തേക്ക്, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് അവൻ വീട്ടിനകത്തേക്ക് കയറി ആ അപ്പക്കഷ്ണം എടുത്ത് ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ, ബ്രെഡ് എടുത്ത് ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു. അതിനുശേഷം then he closed all the doors and windows. അപ്പോൾ വീടിൻ്റെ എല്ലാ കതകുകളും ജനാലകളും അവൻ അടച്ചു. The path to the river dropped steeply into the valley, then rose and went round the big mountain. It was frequently used by the villagers, the woodcutters, milkmen, and mule drivers. But there were no villages beyond the mountain or near the river. The path to the river dropped steeply in the valley. എന്ന് പറഞ്ഞാൽ നദിയിലേക്കുള്ള പാത, അതായത് നമുക്ക് പോകേണ്ട വഴി, നദിയിലേക്കുള്ള വഴി താഴ്വരയിലേക്ക് കുത്തനെ ഇടിഞ്ഞിരിക്കുകയായിരുന്നു. ഓക്കെ, ദെൻ റോസ് ആൻഡ് വെൻറ്റ് അറൗണ്ട് ദ ബിഗ് മൗണ്ടൻ. അപ്പം ഇത് ഇടിഞ്ഞതിന് ശേഷം പിന്നെ ഇത് പൊങ്ങി വന്നിട്ട് ആ പർവ്വത നിരകൾക്ക് ചുറ്റുമായിരുന്നു. ഇറ്റ് വാസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ബൈ ദ വില്ലേജസ്. അപ്പോൾ അത് കൂടെ ഗ്രാമവാസികൾ യൂസ് ചെയ്യുന്ന ഒരു പാത്തായിരുന്നു. ആ വഴിയിൽ കൂടെയായിരുന്നു കൂടെ അവർ നടന്നിരുന്നത്. ദ വുഡ് കട്ടേഴ്സ്, അതായത് മരം വെട്ടുകാർ, മിൽക്ക്മെൻ, അതായത് നമ്മുടെ പാലൊക്കെ വിൽക്കാൻ പോകുന്ന ആൾ, ആൻഡ് മ്യൂൾ ഡ്രൈവേഴ്സ്. എന്താണ് മ്യൂൾ? മ്യൂൾ എന്ന് പറഞ്ഞാൽ കോവർ കഴുതയാണ്. അതായത് നമ്മളുടെ സാധാരണ ഉള്ള കഴുതയല്ല, കുതിരയല്ല, അതല്ല. അത് ഈ എന്താ പറയുക, മൗണ്ടൻ ഏരിയാസിലൊക്കെ റോഡൊക്കെ വളരെ നല്ലതല്ലാത്തത് കൊണ്ട് അവരവരുടെ ഈ ലോഡൊക്കെ ചുമപ്പിക്കുന്നത് ഈ മ്യൂളിനെയും കൊണ്ടാണ്. അപ്പോൾ അതാണ് മ്യൂൾ ഡ്രൈവേഴ്സ്. But there were no villages beyond the mountain or near the river. I hope all of you read along with me. Now, may I ask you some questions? Have you got any idea about the place where the boy lives? അപ്പം എല്ലാവരും സ്റ്റോറി ടീച്ചറിൻ്റെ കൂടെ വായിച്ചെന്ന് വിചാരിക്കുന്നതാണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ എല്ലാവരും വായിച്ചല്ലേ ടീച്ചറിൻ്റെ കൂടെ? അപ്പം എവിടെയാണ് ആ ബോയ്, എങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് നിങ്ങൾക്ക് പറയാനാകുമോ? What idea have you got? Yes, it is a hilly area. Some of you may say it is a village. Okay, that also is correct. What idea have you got? അപ്പോൾ നമ്മുടെ ബോയ് ജീവിച്ചിരുന്നത് ഒരു ഹില്ലി ഏരിയയിലായിരുന്നു, അതായത് മലനിരകളൊക്കെ ഉള്ള ഒരു ഏരിയ എന്നാണ്. അപ്പോൾ ചെറുപ്പം നിങ്ങളൊക്കെ പറഞ്ഞു കാണും വില്ലേജ് എന്നാണ്, അതായത് ഗ്രാമപ്രദേശമാണ്. ഓക്കെ, അതും ശരിയാണ്, അതൊരു ഗ്രാമപ്രദേശവുമായിരുന്നു. അതൊരു ഹില്ലി, അതായത് ഒരു മലനിരകൾ നിറഞ്ഞതോ ആയിരുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. About the boy? About his physical features? His appearance? It's in your textbook. Mark them. What about his age? ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ തന്നെ അവൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അവൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ. അപ്പോൾ അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്യുക. Yes, he is 12 years. And about his appearance, yes, a sturdy boy, a strongly built boy. Then about his hair, yes, untidy black hair. അപ്പോൾ നമ്മൾ അവൻ്റെ ഏജിനെ പറ്റി പറഞ്ഞിരുന്നു, അതായത് 12 വയസ്സുള്ള, അതുപോലെ തന്നെ സ്റ്റേഡി, നല്ല ആരോഗ്യമുള്ള, അതുപോലെ അൺടൈഡി, അതായത് കോമ്പൊന്നും ചെയ്യാത്ത, ഒരു അധികം വൃത്തിയില്ലാത്ത, അതായത് ചീപ്പാത്ത ഒരു മുടി എന്നൊക്കെ നമ്മൾ അവൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി കുറേ സംസാരിച്ചിരുന്നു. Yes, his hair is untidy, not combed, disheveled. Then, what about his eyes?
You are right. Shining black eyes. അതെ, അതിനുശേഷം എങ്ങനെയായിരുന്നു ആ കുട്ടിയുടെ കണ്ണുകൾ? അതെ, ആ കണ്ണുകൾ തിളങ്ങുന്ന നല്ല കറുത്ത കണ്ണുകളായിരുന്നു. And his skin? Yes, brown skin. What about his hands and feet? Hands and feet were rough and scratched. അപ്പോൾ അതിനുശേഷം നമ്മൾ അവൻ്റെ സ്കിന്നിൻ്റെ ഫീച്ചറിനെ പറ്റി പറഞ്ഞു. ഓക്കെ, അവൻ്റെ ത്വക്ക് എങ്ങനെയായിരുന്നു ഉള്ളത്? അപ്പോൾ അതെന്ന് വെച്ചാൽ ബ്രൗൺ സ്കിന്നായിരുന്നു അവൻ്റെത്. അതുപോലെ തന്നെ അവൻ്റെ ഹാൻഡ്സ്, അതായത് കൈകളും കാലുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു? അതെ, അത് റഫായിരുന്നു, അത് കുറച്ച് പരുക്കനായിട്ടുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു. Another speciality of the boy is also mentioned here. What is that? Yes, he is barefooted. He didn't wear any chappals or shoes. The reason is also there. What is that? Yes, you are right. He wanted to feel the warmth of the stones and the coolness of the grass. അതെ, അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ ശേഷം അവൻ്റെ ഒരു ഫീച്ചറോട് പറഞ്ഞിരുന്നു, അവൻ ബെയർ ഫൂട്ടഡ് ആണെന്ന്. അതായത് നഗ്നപാതനായിരുന്നു, അവൻ ചെരുപ്പൊന്നും യൂസ് ചെയ്തിരുന്നില്ല. എന്തായിരുന്നു കാരണം? അവൻ്റെ വീട്ടുകാർക്ക് അത് വാങ്ങി നൽകാൻ കഴിയാത്തത് കൊണ്ടല്ല, അവൻ എന്താ പറയുക, നമ്മളുടെ പ്രകൃതിയോട് ഇണങ്ങിച്ചേരാൻ, അതായത് അവൻ്റെ കാലുകൊണ്ട് നമ്മളുടെ പുല്ലുകളിലും കല്ലുകളിലും ഒക്കെ ചവിട്ടി നടക്കാൻ ആഗ്രഹിച്ചിരുന്നത് കൊണ്ടാണ്. Let me ask another question. The boy had a good plan for his journey to the river. How do you know that? There are some clues for that in the text. Can you identify them? Number 1, the boy waited for a chance for his journey to the river. അതുപോലെ തന്നെ നമ്മുടെ കഥയിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ബോയ് എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു, അതായത് നദി കാണാൻ പോകാൻ അവന് വളരെ ആഗ്രഹമായിരുന്നു എന്ന്. അതിൻ്റെ ഹിൻഡ്, അതായത് അതിൻ്റെ സൂചനകൾ നമ്മളുടെ കഥയിൽ തന്നെ നൽകുന്നുണ്ട്. അതിലൊന്നാണ് അവൻ എത്രയോ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ഈ നദി കാണാൻ പോകുന്നത് എന്നുള്ളത്. And he went out when his parents were away. What is the second point? Yes, the boy knew that it is a long journey and he took a loaf of bread with him. Now the last one. He closed all the doors and windows of the house. അപ്പം അവന് അറിയാമായിരുന്നു, കുട്ടിക്ക് അറിയായിരുന്നു കുറച്ച് ദൂരമുള്ള യാത്രയാണെന്ന്. കാരണം ഈ റിവർ അവൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഫാറായിരുന്നു, കുറച്ച് ദൂരെയായിരുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഒരു ലോഫ് ഓഫ് ബ്രെഡ് എടുത്തു, അതായത് ഒരു ബ്രെഡ് അവൻ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഡോർസും വിൻഡോസും ഒക്കെ അവൻ ക്ലോസ് ചെയ്തിരുന്നു. Very good. What information do you get about the path to the river? Identify the features. It goes steep to the valley. Right? What's a valley? Look at the picture. This is a valley. Clear now? അപ്പോൾ ഒരു വാലിയുടെ പിക്ചർ, താഴ്വാരത്തിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്. What is the next idea you got about the path? Then it rose and it went round the mountain like the one you see in the picture. Now, the next question. Who usually use this path? അപ്പോൾ നമ്മൾ വാലിയിലേക്ക്, നമ്മുടെ റിവറിലേക്കുള്ള ഒരു പാത്ത് ഇടിഞ്ഞു പോയതിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് കാണിച്ചിരുന്നത്. അതുപോലെ ഇപ്പോൾ ടീച്ചർ ചോദിച്ചതെന്ന് വെച്ചാൽ ആരാണ്, നമ്മൾ പറഞ്ഞിരുന്നത് കുറേ ആളുകളൊക്കെ യൂഷ്വലി ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അത് ആരാണ്? The villagers. Then, yeah, the woodcutters. Okay? The milkmen. Right? Then, the mule drivers. Well, who is a mule driver? The one who drives a mule. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതായത് മിൽക്ക് മെൻ, വുഡ് കട്ടേഴ്സ്
ഓക്കെ, അങ്ങനെയുള്ള ആളുകളാണ്. അതിനവസാനം നമ്മൾ പറഞ്ഞതാണ് മ്യൂൾ ഡ്രൈവർ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, മ്യൂൾ എന്ന് പറഞ്ഞത് ഒരു കോവർ കഴുത. അത് കഴുതയല്ല, കുതിരയുമല്ല. പക്ഷേ ഈ ഹില്ലി ഏരിയാസിലൊക്കെ എന്താണ്, നമ്മുടെ റോഡൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ മൗണ്ടെയിൻ ഏരിയാസിലൊക്കെ നമ്മളുടെ ലോഡൊക്കെ ചുമക്കാൻ വേണ്ടിയിട്ട്, റോഡുകളൊക്കെ വളരെ പൊട്ടിപ്പൊളിഞ്ഞതായിരിക്കും, അതുകൊണ്ട് തന്നെ ഈ ലോഡൊക്കെ ചുമക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്നതാണ് മ്യൂൾ. അപ്പോൾ അതിനെ റൈഡ് ചെയ്യുന്ന ആളാണ് മ്യൂൾ ഡ്രൈവേഴ്സ്. What's a mule? Look at the picture. This is a mule. Is this a donkey? Not exactly. Then, is this a horse? No. Its face is almost like a horse. This is not a donkey, not a horse, but a mixture of both donkey and a horse. It is called a mule. It is used to ride on in hilly areas. They are used to carry loads too. You can see that in this picture. Where do these animals use to carry loads? In mountainous areas, there are no good roads in such places, right? Have you got an idea about mule drivers now? Good. Shall we read the text again? അപ്പോൾ നമ്മൾ ഈ ഒരു ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളതാണ് ടീച്ചർ പറഞ്ഞത്. നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടി എന്താണ് ഈ പാസേജ് ഒരുമിച്ച് വായിക്കാം. അപ്പം നിങ്ങൾ ഇപ്പോൾ പഠിച്ചത്രയും പാസേജ് ഒന്നുകൂടി, ഈ ഒരു സ്റ്റോറി പഠിച്ചത്രയും ഒന്നുകൂടി വായിക്കുക. In the last class, don't you remember Mr. Hari and Miss Asha and Mr. Mohan and his family? They all like plants, birds, trees, etc. Today, I shall introduce another person like that. The story of that person is given in your textbook. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ആളുകളെ പറ്റി പഠിച്ചിരുന്നു. അതായത് നമ്മുടെ പ്രകൃതിയോട് വളരെ അടുത്ത് ജീവിക്കുന്ന കുറച്ച് ആളുകൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതുപോലെ ഒരാളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ആളെ പറ്റിയുള്ള ഒരു സ്റ്റോറി ഉണ്ട്. It's a woman, a true daughter of nature. Do you know her name? Yes, she is Suryamani. Can you read this newspaper clipping given in your textbook? Nature's daughter. Jharkhand. Living close to nature is living life in full. Suryamani's story will definitely be an eye-opener to those who deliberately walk away from nature. Suryamani is a tribal nature activist who loves the forest and considers it as her own. She loved the forest and knew that she could do something to save it. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പോലെ ഇന്ന് നമ്മൾ സൂര്യമണിയെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ സൂര്യമണി ഒരു ട്രൈബൽ വുമൺ ആണ്. അവർ എന്താണ് നേച്ചറിനെ സ്വന്തമായി, അതായത് സ്വന്തം ജീവൻ പോലെ കാണുന്ന ഒരു സ്ത്രീയാണ് സൂര്യമണി. In college, she became a part of Save the Forest movement. She went on nature walks with children on weekends, explaining that our survival is linked with the survival of the forest. അപ്പം സൂര്യമണി കുട്ടികളുമായിട്ടൊക്കെ സംസാരിക്കുന്നതിനെ പറ്റിയാണ്. അതായത് നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ എൻവയോൺമെൻറ്റ്, നമ്മളുടെ കാടുകളെയും ഒക്കെ സംരക്ഷിക്കുക. അതാണ് അവർ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത്. Did you watch the video? Do you know any person like her? Have you read about any person who lives in company with nature? Or a person who works
to protect nature? അപ്പം പ്രകൃതിയെ സംരക്ഷിക്കുന്ന, പ്രകൃതിയെ ഒരുപാട് അറിയുന്ന, പ്രകൃതിയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം കുറച്ച് ആളുകളെയാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. Collect more ideas about that person. Okay? Then write a paragraph about that person and share it in your class WhatsApp group. Okay? അപ്പം ടീച്ചർ എന്താണ് അവസാനം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകൾ, അതായത് ഈ പ്രകൃതിക്ക് വേണ്ടി, പ്രകൃതിയെ സംരക്ഷിക്കുന്ന, പ്രകൃതിക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളെ പറ്റി അറിയാമെങ്കിൽ അവരെ പറ്റി ഒരു സ്റ്റോറി എഴുതുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങളുടെ ക്ലാസ്സിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്